ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ പിന്നെ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ വചനവുമായിട്ടായിരിക്കുവാൻ കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന, ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. എഫേസ്യ ലേഖനം 3-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളതിൻ്റെ 12-ാം വാക്യം വിശദമായിട്ട് ചർച്ച ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് രാത്രിയിൽ നമ്മൾ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. ആ വാക്യം ഞാൻ വായിക്കാം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശ്വാസികളോട് ഒരു പ്രത്യേക കാര്യം അപേക്ഷിക്കുകയാണ്, അവരോട് ആവശ്യപ്പെടുകയാണ്. എന്താണ് ആവശ്യപ്പെടുന്നത്? അവിടെ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ പൗലോസ് തൻ്റെ ജീവിതത്തിൽ സഹിക്കുന്ന കഷ്ടങ്ങൾ കണ്ടിട്ട് ഇവർ അധൈര്യപ്പെട്ടു പോകരുത്, എഫെസോസിലെ വിശ്വാസികൾ അധൈര്യപ്പെട്ടു പോകരുത് എന്ന് പൗലോസ് അവരോട് അപേക്ഷിക്കുകയും അവരെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മളവിടെ വായിക്കുന്നത്. അപ്പം ആ വാക്യം ആരംഭിച്ചത് അതുകൊണ്ട് എന്നുള്ളൊരു പ്രയോഗത്തിലാണ്. അതുകൊണ്ട് അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് ഇതാണ്. അതിൻ്റെ മുകളിലത്തെ വാക്യങ്ങളിൽ, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിലത്തെ വാക്യങ്ങളിൽ നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസിൻ്റെ ശുശ്രൂഷയുടെ ആ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം എന്താണ് ആ സുവിശേഷത്തിന് താൻ ശുശ്രൂഷക്കാരനായിരുന്നുവെന്നും ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുവാനായിട്ട് തനിക്ക് കൃപ ലഭിച്ചു എന്നും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാൻ തനിക്ക് കൃപ ലഭിച്ചു എന്നുമൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അങ്ങനെ തൻ്റെ ശുശ്രൂഷ അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ അവിടെ സ്വർഗത്തിലെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഈ ദൈവത്തിൻ്റെ ഈ ബഹുവിധമായ ജ്ഞാനം അത് സഭ മുഖാന്തരം അറിഞ്ഞു വരുന്നു എന്നും പറഞ്ഞ്, അപ്പം തൻ്റെ ശുശ്രൂഷയിലൂടെ ഇത്രയും കാര്യങ്ങൾ വെളിപ്പെടുത്തുക മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതുപോലെ ആ ശുശ്രൂഷയിലൂടെ വിജാതീയരായിട്ടുള്ള നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനവും ധൈര്യവും ലഭിക്കുന്നു. അപ്പം ഇത്രയും വിശേഷതയുള്ള ഒരു ശുശ്രൂഷയാണ് അപ്പോസ്തലനായ പൗലോസ് താൻ ചെയ്യുന്നത്. ഒരു സാധാരണ ശുശ്രൂഷയല്ല താൻ ചെയ്യുന്നത്. ഇത്രയും വിശേഷതയുള്ള ഒരു ശുശ്രൂഷയാണ് അപ്പോസ്തലനായ പൗലോസ് താൻ ചെയ്യുന്നത്. അപ്പം അതാ പറഞ്ഞത്, അതുകൊണ്ട്, അതായത് തൻ്റെ ശുശ്രൂഷ ഇത്രയും വിശേഷതയേറിയ, അല്ലെങ്കിൽ അതിലൂടെ വിജാതീയർക്ക്, പ്രത്യേകിച്ച് എഫെസോസിലുള്ള വിശ്വാസികൾക്കും തൻ്റെ ശുശ്രൂഷ അനുഭവിക്കുന്ന എല്ലാ വിജാതീയർക്കും പല ആത്മീക അനുഗ്രഹങ്ങൾ അവർക്ക് പ്രാപിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളത് കൊണ്ട്, അതാണ് അവിടെ ഉദ്ദേശിച്ചത്, അതുകൊണ്ട് എന്നുള്ള ആ പ്രയോഗം. അപ്പം അതുകൊണ്ട് പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അപ്പോൾ പൗലോസ് പറയുക, ഞാൻ സഹിക്കുന്ന കഷ്ടങ്ങൾ നിമിത്തം നിങ്ങൾ എന്ത് ചെയ്യരുത്? അധൈര്യപ്പെട്ടു പോകരുത്. സാധാരണഗതിയിൽ നമ്മളൊക്കെ അധൈര്യപ്പെട്ടു പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഷ്ടം വരുമ്പോഴാണ്. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത് എഫെസോസിലെ വിശ്വാസികളുടെ ജീവിതത്തിലെ കഷ്ടത നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്നല്ല, അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിലെ കഷ്ടത നിമിത്തം എഫെസോസിലെ വിശ്വാസികൾ അധൈര്യപ്പെട്ടു പോകരുത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ പറഞ്ഞതാണ്, സാധാരണഗതിയിൽ നമ്മളൊക്കെ
നമ്മുടെ ജീവിതത്തിലെ കഷ്ടം കാരണമാണ് നമ്മൾ അധൈര്യപ്പെട്ടു പോകാറ്. പക്ഷെ ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടത കാരണം നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുതെന്നല്ല പറഞ്ഞത്. പിന്നെയോ അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകൾ നിമിത്തം സഭയിലെ വിശ്വാസികൾ എന്ത് ചെയ്യരുത്? അധൈര്യപ്പെട്ടു പോകരുത് എന്നാണ് പറഞ്ഞത്. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ കാരണം ഇതാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ശുശ്രൂഷയിലൂടെയാണ് അവർ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നത്. അപ്പോൾ തങ്ങളെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ കഷ്ടത കണ്ടു കഴിയുമ്പോൾ പലപ്പോഴും വിശ്വാസികൾ പുറകോട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന, നമ്മെ നയിക്കുന്ന, നമ്മെ നടത്തുന്നവരുടെ ജീവിതത്തിലെ കഷ്ടതകൾ കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ അധൈര്യപ്പെടുകയും നിരാശപ്പെടുകയും പുറകോട്ട് പോവുകയും ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾ നിമിത്തം നിങ്ങൾ എന്ത് ചെയ്യരുത്? അധൈര്യപ്പെട്ടു പോകരുത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ ദൈവത്തിന് ഈ കഷ്ടത ഇല്ലാതാക്കിയാൽ പോരെ? അത് നമ്മുടെ ബുദ്ധിയാണ്. അത് നമ്മുടെ ബുദ്ധിയും നമ്മുടെ യുക്തിയുമാണ്. അതിനനുസരിച്ച് ദൈവം പ്രവർത്തിക്കണമെന്ന് നിർബന്ധമില്ല. ദൈവത്തിൻ്റെ ബുദ്ധിയിൽ, ദൈവത്തിൻ്റെ യുക്തിയിൽ, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ദൈവം അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും നയിക്കുന്നവരുടെ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരുടെ ജീവിതത്തിലെ കഷ്ടതകൾ വരുമ്പോൾ അത് ആ ശുശ്രൂഷയെ മൊത്തത്തിൽ ബാധിക്കുന്ന രീതിയിൽ ആ നയിക്കുന്നവരെയും ക്ഷീണിപ്പിക്കാറുണ്ട്, അനുഗമിക്കുന്നവരെയും ക്ഷീണിപ്പിക്കാറുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് നമ്മുടെ യുക്തിയിൽ, നമ്മുടെ ബുദ്ധിയിൽ നാം ചിന്തിക്കുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ബുദ്ധിയിൽ, ദൈവത്തിൻ്റെ യുക്തിയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നയിക്കുന്നവരുടെ ജീവിതത്തിലെ കഷ്ടത അത് അറിഞ്ഞാലും അവരെ അനുഗമിക്കുന്നവർ അധൈര്യപ്പെട്ടു പോകരുത് എന്നുള്ളതാണ് ദൈവിക പദ്ധതി എന്ന് പറയുന്നത്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് അവരെ ഉപദേശിക്കുന്നത്, എൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? അധൈര്യപ്പെട്ടു പോകരുത് എന്ന് പറയുന്നത്. ചില വാക്യങ്ങൾ നമുക്ക് അതോടുള്ള ബന്ധത്തിലൊന്ന് വായിച്ചു നോക്കണം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: സഹോദരന്മാർ മിക്ക പേരും എൻ്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിൻ്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിക്കുവാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഫിലിപ്പ് ലേഖനം എഴുതുന്ന സമയത്ത് അപ്പോസ്തലനായ പൗലോസ് ബന്ധനസ്ഥനായി ജയിലിൽ കിടക്കുകയാണ്. ആ ജയിലിൽ കിടക്കുമ്പോൾ ആ സുവിശേഷം പ്രസംഗിക്കുകയും അവരെ നയിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത അപ്പോസ്തലനായ പൗലോസ് ജയിലിൽ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ പ്രസംഗം നിർത്തുകയാണ് ചെയ്യാറ്. കാരണം പ്രസംഗിച്ചത് മൂലമാണല്ലോ അപ്പോസ്തലനായ പൗലോസ് ജയിലിൽ പോയത്. അപ്പോൾ അതുകൊണ്ട് അവർ ധൈര്യമില്ലാത്തവരായിട്ട് ഭയപ്പെട്ട് പ്രസംഗം നിർത്തുകയാണ് ചെയ്യുക. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നു, സഹോദരന്മാരിൽ മിക്കവരും, എല്ലാവരും അല്ല, കുറച്ച് പേരൊക്കെ ഭയപ്പെട്ടിട്ട് എന്ത് ചെയ്തു? പരിപാടി നിർത്തി. എന്നാൽ മിക്ക പേരും, മെജോറിറ്റി സഹോദരന്മാരും എന്ത് ചെയ്തു? എൻ്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ടു. അപ്പം പൗലോസിൻ്റെ ബന്ധനങ്ങൾ ചിലരെ അധൈര്യപ്പെടുത്തിയപ്പോൾ അതേ ബന്ധനങ്ങളാൽ ചിലർ ധൈര്യപ്പെടുകയും ചെയ്തു. ഇതാണ്. അപ്പം നമ്മൾ ആ സാഹചര്യത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ആ സാഹചര്യമല്ല നമ്മെ ധൈര്യപ്പെടുത്തുകയും അധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നത്. ആ സാഹചര്യത്തോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു, നാം എന്ത് തീരുമാനിക്കുന്നു. ഇത് കണ്ടിട്ട് ഞാൻ ഭയപ്പെടാനാണോ തീരുമാനിക്കുന്നത്, അതോ ധൈര്യപ്പെടാനാണോ തീരുമാനിക്കുന്നത്? എന്നെ നടത്തുന്ന, എന്നെ പഠിപ്പിക്കുന്ന, എന്നെ നയിക്കുന്നവരുടെ ജീവിതത്തിൽ
കഷ്ടത വരുമ്പോൾ ആ കഷ്ടതയുടെ നടുവിലും അവർ ധൈര്യത്തോടെ നിൽക്കുന്നത് കാണുമ്പോൾ അത് കണ്ട് ഞാൻ ധൈര്യപ്പെടാനാണോ തീരുമാനിക്കുന്നത്, അതോ ഞാൻ അധൈര്യപ്പെടാനാണോ തീരുമാനിക്കുന്നത്? ഇതെൻ്റെ തീരുമാനമാണ്. അപ്പോൾ ഇവിടെ ഫിലിപ്പ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞു, സഹോദരന്മാരിൽ മിക്ക പേരും എൻ്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യമുണ്ട്. കുറച്ച് പേര് ബന്ധനങ്ങളാൽ ധൈര്യം നഷ്ടപ്പെട്ടപ്പോൾ മിക്കവാറും പേരും, മെജോറിറ്റി ആളുകളും എൻ്റെ ബന്ധനങ്ങളാൽ ധൈര്യം പൂണ്ട് ദൈവത്തിൻ്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിക്കുവാൻ അധികം തുനിഞ്ഞു. അപ്പോൾ അവർക്ക് ഭയമല്ല ഉണ്ടായത്, അവർക്ക് ധൈര്യമാണ് ഉണ്ടായത്. അപ്പോസ്തലനായ പൗലോസ് സുവിശേഷ നിമിത്തം ജയിലിൽ കിടക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രസംഗിക്കുവാൻ അതൊരു പ്രചോദനമായിട്ട് മാറുകയാണ് ചെയ്തത്. ഇനി അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ 14-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്. വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. എന്താ സംഭവിക്കുന്നത്? ഈ 14-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. 19-ാം വാക്യത്തിൽ, എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. അപ്പം പൗലോസിനെ കല്ലെറിഞ്ഞ് അവൻ മരിച്ചു എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ അത്രയും കല്ലേറ് കൊണ്ട് അങ്ങനെ നിന്ന പൗലോസ് 20-ാം വാക്യത്തിൽ അവർ എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ് പിറ്റേ ദിവസം അവർ പട്ടണത്തിൽ പോകുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റു പല സ്ഥലങ്ങളിലേക്കും ചെന്നിട്ട് അവർ 22-ാം വാക്യത്തിൽ അവർ വിശ്വാസികളോട് പറയുകയാണ്, ഒന്ന് വിശ്വാസത്തിൽ നിലനിൽക്കണം. അവിടെയൊക്കെ സഭ ആരംഭിച്ചതേ ഉള്ളൂ, സുവിശേഷ പ്രസംഗം തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴേ പൗലോസിനെ കല്ലെറിഞ്ഞ് മരിച്ച പോലെ ആക്കി. എന്നിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ വിശ്വാസികൾ പേടിച്ച് പുറകോട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പൗലോസ് അവരോട് പറയുക, നിങ്ങൾ വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? നിലനിൽക്കണം, പേടിച്ച് പുറകോട്ട് പോകരുത്. 2, അനേക കഷ്ടങ്ങളിലൂടെയാണ് നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടത്. ദൈവരാജ്യത്തിൽ കടക്കുന്നതൊരിക്കലും സുഖകരമായിട്ടുള്ളൊരു ജീവിതത്തിലൂടെ അല്ല എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. ഇന്ന് പലരും കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അനുഗ്രഹത്തിൻ്റെ പെരുമഴയാന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല. പൗലോസ് പറഞ്ഞത് അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു. അപ്പം പൗലോസിൻ്റെ കഷ്ടത കണ്ട് അവിടെയുള്ള ശിഷ്യന്മാരും ഇളകിപ്പോകാതിരിക്കാനായിട്ട് പൗലോസ് അവരെ പ്രബോധിപ്പിച്ച് ഉറപ്പിക്കുക ചെയ്യുന്നത്. ഇനി 1 തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് എടുത്ത് വായിക്കാം. 1 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, കഷ്ടമനുഭവിക്കുവാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. അപ്പോൾ ദൈവം നമ്മെ നിയമിച്ചിരിക്കുന്നത് കഷ്ടമനുഭവിക്കാനാണ് എന്ന അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയോട് പറയുക. അല്ലാതെ ഒരിക്കലും കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹമല്ല പുതിയ നിയമം നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നത്. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കണ്ടു, ഇങ്ങനെ അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞപ്പോൾ 1 തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞു, കഷ്ടം അനുഭവിക്കുവാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് നമ്മുടെ നിയമനം. നമ്മെ ദൈവം നിയമിച്ചിരിക്കുന്നത് കഷ്ടം അനുഭവിക്കാനാണ്. പലപ്പോഴും ഇതറിയാതെ ഈ ആധുനിക സമൃദ്ധി സുവിശേഷകരുടെ, പ്രോസ്പെരിറ്റി ഗോസ്പലുകാരുടെ പ്രസംഗം കേട്ട് സഭയിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്താ മറുപടി കിട്ടാത്തത്, ഞങ്ങളുടെ ജീവിതത്തിൽ എന്താ മാറ്റം വരാത്തത്, ഞങ്ങളുടെ ജീവിതത്തിൽ എന്താ അനുഗ്രഹം കിട്ടാത്തത്, ഞങ്ങളുടെ കാര്യങ്ങളൊന്നും ദൈവം എന്താ നടത്തി തരാത്തത്, ഇങ്ങനത്തെ പിറുപിറുപ്പുകളൊക്കെ വന്ന് വിശ്വാസത്തിൽ നിന്ന് ഇവർ പുറകോട്ട് പോകുന്നത്. പക്ഷെ ദൈവവചനം പഠിപ്പിക്കുന്നത് കഷ്ടമനുഭവിക്കാനായിട്ടാണ് അവൻ നമ്മെ നിയമിച്ചിരിക്കുന്നത്. നമ്മുടെ കഷ്ടത മാറുന്നത് ഈ ലോകത്തിൽ വച്ചല്ല. കാരണം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാമായിരുന്നു. പക്ഷേ നിങ്ങൾ ലോകക്കാരല്ല, ഞാൻ നിങ്ങളെ ഈ ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നതാണ് പറഞ്ഞത്. അപ്പം ഈ ലോകത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് കഷ്ടത മാത്രം, മറക്കരുത്. നമ്മുടെ കഷ്ടത തീരുന്നത് നാം ഈ ലോകം വിട്ടു പോകുമ്പോഴാണ്. അതുവരെ പുതിയ നിയമം നമ്മളോട് പറയുന്നത് വി ആർ അപ്പോയിൻറ്റഡ് ടു ഹാവ് സഫറിങ്സ്. കഷ്ടമനുഭവിക്കാനായിട്ട് ദൈവം നമ്മെ നിയമിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ അതിൻ്റെ 9-ാം വാക്യം അപ്പോസ്തലൻ ആയ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ ലോകത്തിന്, എന്നിട്ട് പറയുക, ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കയാൽ ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്നെനിക്ക് തോന്നുന്നു. ഇത് വ്യാഖ്യാനിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ അതിൽ ഓരോ വാക്കുകളും ആ കഷ്ടതയുടെ തീവ്രതയ്ക്കകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകളാണ്. അല്ലേ? ഞങ്ങൾ ലോകത്തിന്, ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുകയാൽ. എന്താ കൂത്തുകാഴ്ച എന്ന് പറഞ്ഞാൽ പരിഹാസ വിഷയമായി തീർന്നിരിക്കുക. മറ്റുള്ളവർ, ദൂതന്മാരും മനുഷ്യരും ഞങ്ങളെ പരിഹസിക്കുക. നോക്കിക്കേ, ഇന്ന് പലരും പ്രസംഗിക്കുന്നത് ഇവരെയൊക്കെ നമ്മൾ പരിഹാസ വിഷയമാക്കുമെന്നോ. അപ്പോസ്തലൻ പറഞ്ഞത് ഞങ്ങൾ ഇവരുടെയൊക്കെ മുമ്പിൽ പരിഹാസ വിഷയമായി തീർന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ വിശ്വസ്തയോടെ കർത്താവിനെ അനുഗമിക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ എപ്പോഴും ഒരു പരിഹാസ വിഷയമായിരിക്കും. മറക്കരുത്. ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പം ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കയാൽ ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി, എന്നുവെച്ചാൽ എന്താ, ഏറ്റവും ചെറിയവരായി, ഏറ്റവും നിസ്സാരരായി. ഇവിടെ നമ്മളെ വലിയവനാക്കുന്ന ദൈവത്തെക്കുറിച്ച് ആ പ്രോസ്പെരിറ്റി ഗോസ്പലുകാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പൗലോസ് പറയുക, ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ ആരാക്കി? ഒടുക്കത്തെ, എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയവരാക്കി. അതുകൊണ്ടാണ് മറ്റുള്ളവരെന്ത് ചെയ്യുന്നത്? പരിഹസിക്കുന്നത്. നമ്മളൊരിക്കലും നമ്മളെക്കാൾ
ഏതെങ്കിലും നിലയിൽ ഉയർന്ന ഒരാളെ ആ ഉയർന്ന നിലയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിഹസിക്കില്ലല്ലോ. താഴ്ന്നവരെയല്ലേ നമ്മൾ പരിഹസിക്കുക ആ താഴ്മയുടെ പേരിൽ. അപ്പോൾ ഇവിടെ എല്ലാവരെക്കാളും താണവരാക്കി അപ്പോസ്തലന്മാരെ മാറ്റുകയും മറ്റെല്ലാവരുടെയും മുമ്പിൽ ഒരു പരിഹാസ വിഷയമാക്കി തീർക്കുകയും ചെയ്തപ്പോൾ പൗലോസ് പറയുക, ഞങ്ങളെ മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി. എന്ന് വെച്ചാൽ എന്താ പറയുക, മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ പോലെ. നമ്മൾ നോക്കിയേ, ഒരാൾ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ട് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു, കോടതി അയാൾക്ക് മരണശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ സമൂഹം അയാളെ എങ്ങനെയായിരിക്കും കാണുക? ആ നിലയിലാണ് അപ്പോസ്തലന്മാരെ ലോകം കാണുന്നതെന്ന് പൗലോസ് പറയുന്നത് അല്ലേ? ഒരു മനോഹരമായിട്ടുള്ളൊരു പാട്ടുണ്ടല്ലോ, ഓർ മുൾക്കിരീടമല്ലയോ എന്നാഥൻ ലക്ഷണം, തൻ യോദ്ധാവാഗ്രഹിക്കുമോ ഈ ലോകാഡംബരം, അല്ലേ? എൻ ക്രിസ്തൻ യോദ്ധാവാകുക എന്നുള്ള പാട്ട്. നമ്മളെന്താ ആഗ്രഹിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് പറയുക, ഞങ്ങളെ സകലർക്കും പരിഹാസ വിഷയമാക്കി, ഏറ്റവും താണവരാക്കി, മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ പോലെ ഞങ്ങളെ നിർത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇത് മാത്രമാണ്. മറ്റെന്തെങ്കിലും പ്രതീക്ഷിച്ചു വരുമ്പോഴാണ് കഷ്ടതകളുടെ മുമ്പിൽ നമ്മൾ അധൈര്യപ്പെട്ടു പോകുന്നത്. എന്നാൽ ഇത് പ്രതീക്ഷിച്ചു വന്നാൽ പിന്നെ അധൈര്യപ്പെടുത്താനായിട്ട് ഒരു സാഹചര്യത്തിനും കഴിയുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1-2 വാക്യങ്ങളോട് നമുക്കൊന്ന് വായിക്കണം. 2 തിമോഥെയോസിൻ്റെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നമുക്കൊന്ന് വായിക്കണം. 2 തിമോഥെയോസ് 3:12. അവിടെ നമ്മൾ വായിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. എന്താ അവിടെ വായിച്ചേ? എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം എന്തുണ്ടാകും? ഉപദ്രവം ഉണ്ടാകും. ഭക്തിയോടെ ജീവിക്കാൻ മനസ്സില്ലെങ്കിൽ ഉപദ്രവവും കഷ്ടതയൊക്കെ ഒഴിവാക്കി ജീവിക്കാൻ കേട്ടോ. പക്ഷേ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാനായിട്ടാണ് തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന സകലർക്കും കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം ഉണ്ടാകുമെന്നല്ല പറഞ്ഞത്, ഉപദ്രവം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഇന്ന് ഇതിനെ മാറ്റിക്കളഞ്ഞതുകൊണ്ടാണ് സഭകൾക്കകത്ത് ദ്രവ്യാഗ്രഹികളുടെയും അഹങ്കാരികളുടെയും ഒക്കെ ഒരു കൂട്ടമായിട്ട് നമ്മുടെ ആ സഭ എന്ന് വിളിക്കപ്പെടുന്ന ആ സംവിധാനം അധപ്പതിച്ചത്. ഈ ദൈവവചനത്തെ മാറ്റിക്കളഞ്ഞതുകൊണ്ടാണ്. മറക്കരുത്, ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്കെല്ലാം എന്തുണ്ടാകും? ഉപദ്രവം ഉണ്ടാകും. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ മുമ്പോട്ടേക്ക് പോകാം. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. 1 പത്രോസ് 2:21. അതിൻ്റെ 19 മുതൽ ഞാൻ വായിക്കാം, അപ്പോഴേ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ ഇങ്ങനെ വായിക്കുന്നത്: ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്.
എന്നിട്ട് പറയുക, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വച്ചേച്ചു പോയിരിക്കുന്നു. അപ്പം എന്തിനാ നമ്മളെ വിളിച്ചിരിക്കുന്നത്? നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിനായിട്ട്. എന്തിനായിട്ട്? നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ ആഗ്രഹം എന്താ വെച്ചാൽ നന്മ ചെയ്തിട്ട് അനുഗ്രഹം കിട്ടണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അനുഗ്രഹം കിട്ടുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്ത് നന്മയും ചെയ്യും. പക്ഷേ തെറ്റിപ്പോകരുത്, നമ്മെ വിളിച്ചത് അതിനല്ല. നമ്മെ വിളിച്ചത് നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചത്. തിന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കാനല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചത്. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുക, ക്രിസ്തു നിങ്ങൾക്കൊരു മാതൃക വച്ചേച്ചു പോയി. എന്താ? കഷ്ടം അനുഭവിച്ചിട്ട്, നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചിട്ട്. പ്രിയമുള്ളവരെ, കർത്താവ് ഈ ലോകത്തിൽ 33.5 വർഷം ജീവിച്ചെങ്കിൽ അവൻ്റെ ജീവിതം ഇന്നത്തെ പ്രോസ്പെരിറ്റി പ്രസംഗകർ പറയുന്നത് പോലെ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിൻ്റെതല്ലായിരുന്നു. കഷ്ടം സഹിച്ച ജീവിതമായിരുന്നു അവൻ്റേത്. ആ ക്രിസ്തുവിനെയാണ് നമുക്ക് മാതൃകയായിട്ട് വച്ചിരിക്കുന്നത്, നാം അവൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ. കാരണം നമ്മെയും വിളിച്ചിരിക്കുന്നത് നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുവാനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. എന്നാൽ അതേ പത്രോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ദോഷത്തിന് ദോഷവും സകാരത്തിന് സകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കാൻ അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഏതായി അനുഗ്രഹം? എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ ലിസ്റ്റിട്ട് പറഞ്ഞു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആ അനുഗ്രഹങ്ങൾ അനുഭവിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചത്, അല്ലാതെ ഭൗതിക അനുഗ്രഹങ്ങളല്ല. ഈ ലോകത്തിൽ ഭൗതികമായിട്ട് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹമല്ല, കഷ്ടതയാണ് ദൈവവചനം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. മറക്കരുത്. അപ്പോൾ എഫേസ്യ ലേഖനത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നമ്മൾ വായിച്ചത് എന്താണ്? അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിമിത്തം നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. പ്രിയമുള്ളവരെ, കഷ്ടത നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത്. കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത് ആ കഷ്ടങ്ങൾ, ഏത് കഷ്ടങ്ങൾ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ അവ നിമിത്തം നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ സഹിക്കുന്ന കഷ്ടങ്ങൾ അത് നിങ്ങളുടെ മഹത്വമാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ മഹത്വം അത്. എനിക്കത് കഷ്ടമാണെങ്കിലും നിങ്ങൾക്ക് അത് മഹത്വമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോസ്തലൻ ആ കഷ്ടങ്ങൾ സഹിച്ചത് എന്ന് ചോദിച്ചാൽ, അപ്പോസ്തലനറിയാം ഇത് എനിക്ക് കഷ്ടതയാണെങ്കിലും മറ്റനേകരെ മഹത്വത്തിലേക്ക് നടത്തുവാനായിട്ടുള്ള ഒരു ഉപാധി, അല്ലെങ്കിൽ അതിനുള്ള ശ്രമത്തിലാണ്, അതിനുള്ള പ്രവൃത്തിയിലാണ് ഞാൻ ഈ കഷ്ടം സഹിക്കുന്നത്. അത് അപ്പോസ്തലനറിയാം അല്ലേ? എന്താ പറഞ്ഞ, ഞാൻ ഈ സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ. നോക്കിക്കേ, 2 കൊരിന്ത്യർ ലേഖനത്തിലെ ഒരു വാക്യം നമുക്ക് നോക്കണം. 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അവിടെ അപ്പോസ്തലൻ പറയുക,
ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടിയാകുന്നു. എന്താ പൗലോസ് പറയുന്നത്? ഞങ്ങൾ കഷ്ടം സഹിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ രക്ഷയ്ക്കും നിങ്ങളുടെ ആശ്വാസത്തിനും വേണ്ടിയാണ് ഞങ്ങൾ കഷ്ടം സഹിക്കുന്നത്. അത് എഫെസ്യ ലേഖനത്തിലും പറഞ്ഞത്, ഞങ്ങളുടെ കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ. പ്രിയമുള്ളവരെ, മറക്കരുത്, നമ്മൾ കഷ്ടം സഹിക്കുന്നത് മറ്റൊരാളുടെ രക്ഷയ്ക്കും ആശ്വാസത്തിനും വേണ്ടിയാണ് ദൈവം അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിക്കാറില്ല, ദൈവമേ നീ എന്തിനാ എന്നെ ഈ കഷ്ടത്തിൽ കൂടെ നടത്തുന്നതെന്ന്. ദൈവത്തിൻ്റെ മറുപടി ഇതാണ്, നിൻ്റെ കഷ്ടം അത് നിന്നെ കഷ്ടപ്പെടുത്താനായിട്ടല്ല, അതിലൂടെ മറ്റനേകർക്ക് രക്ഷയും ആശ്വാസവും ലഭിക്കേണ്ടതിനായിട്ടാണ് നിൻ്റെ ജീവിതത്തിൽ നീ ഈ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത്. ഇത് നിനക്ക് വേണ്ടിയല്ല, ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. നമുക്കറിയാം, കർത്താവ് മരിച്ചതും കഷ്ടം സഹിച്ചതും തനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, അല്ലേ? മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനുമാണ്. അപ്പം അവൻ വന്നത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ. അവൻ്റെ ജീവിതം അത് മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. അവൻ്റെ മരണവും മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുക. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അത് തന്നെയാണ്. ഞങ്ങളുടെ കഷ്ടതകൾ ഞങ്ങൾക്ക് വേണ്ടിയല്ല, അത് നിങ്ങളുടെ മഹത്വത്തിനായിട്ടാണ്, നിങ്ങളുടെ രക്ഷയ്ക്കും നിങ്ങളുടെ ആശ്വാസത്തിനുമായിട്ടാണ് ഞങ്ങൾ കഷ്ടം സഹിക്കുന്നത്. നോക്കിക്കേ, നമ്മളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കഷ്ടതകളുടെയും പുറകിൽ ദൈവത്തിന് കൃത്യമായൊരു പദ്ധതിയുണ്ട്. മറക്കരുത്. വെറുതെ നമ്മെ എന്നാൽ പിന്നെ ഇയാളെ കുറച്ചും കഷ്ടപ്പെടുത്തിയേക്കാം എന്ന് വെച്ചിട്ടല്ല ദൈവം നമ്മളെ കഷ്ടപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ നൽകും. ദൈവം കഷ്ടപ്പെടുത്തുന്നു എന്ന് ഞാൻ പറയില്ല, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടം വരാനായിട്ട് ദൈവം അനുവദിക്കുന്നത് വെറുതെ അല്ല. അതിൻ്റെ പുറകിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് നോക്കുമ്പോൾ എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ജീവിതത്തിലെ പല കഷ്ടത നിറഞ്ഞ തകർക്കുന്ന കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ദൈവമേ നീ എന്തിനാ എന്നോട് മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ നിന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും, ദൈവം അതിലൂടെയൊക്കെ മറ്റു പലരെയും പണിയാനായിട്ട് ദൈവം എനിക്കൊരു ട്രെയിനിങ് തരികയായിരുന്നു. മറ്റു പലരുടെയും ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരാനായിട്ട് ദൈവം എന്നെ ട്രെയിൻ ചെയ്തെടുക്കുകയായിരുന്നു, പരിശീലിപ്പിച്ചെടുക്കുകയായിരുന്നു അതിലൂടെയൊക്കെ. അപ്പം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അന്ന് എനിക്കത് മനസ്സിലായില്ലായിരുന്നു. അന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ദൈവമേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷേ ഇന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്, അതിലൂടെയൊക്കെ വന്നപ്പോൾ അനേകരെ സഹായിക്കാനും അനേകരെ പണിയാനുമായിട്ട് ദൈവം എന്നെ പരിശീലിപ്പിക്കുകയായിരുന്നു എന്ന് മറക്കരുത്. അപ്പോൾ അതാ അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ ലേഖനം 3:13 പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകിയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത്. കാരണം 12-ാം വാക്യത്തിൽ നമ്മൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനമുണ്ട്. നമ്മുടെ ധൈര്യം, അതായത് അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ വിശ്വാസികളോട് പറയുക, നിങ്ങളുടെ ധൈര്യം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എന്നിലല്ല അവനിലാണ്. എന്നിലാണ് നിങ്ങളുടെ ധൈര്യം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എങ്കിൽ എൻ്റെ കഷ്ടത കണ്ടാൽ നിങ്ങൾ ആ ധൈര്യപ്പെട്ടു പോകും. പക്ഷേ നിങ്ങളുടെ ധൈര്യം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്
എന്നിലല്ല, അവനിലാണ്. ക്രിസ്തുവിൽ ആശ്രയിച്ചിട്ട് അവനിലുള്ള വിശ്വാസത്തിലാണ് നിങ്ങളുടെ ധൈര്യം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. അവൻ മാറാത്തവനാണ്. അവൻ നിങ്ങളെ മുൻപോട്ട് നയിക്കുവാൻ ശക്തനാണ്. ഏത് കഷ്ടതയുടെ നടുവിലും നിങ്ങളുടെ മേൽ അവൻ്റെ കൃപ പകർന്ന് തകർന്നു പോകാതെ നിങ്ങളെ നിർത്തുവാൻ അവൻ ശക്തനാണ്. നിങ്ങളുടെ ധൈര്യം ഏതെങ്കിലും അപ്പോസ്തലനിലോ, ഏതെങ്കിലും പാസ്റ്ററിലോ, ഏതെങ്കിലും അച്ഛനിലോ, ഏതെങ്കിലും ബൈബിൾ അധ്യാപകനിലോ, ഏതെങ്കിലും കൂട്ടുവിശ്വാസികളിലോ ആണെങ്കിൽ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ക്ഷീണിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുക, നിങ്ങളുടെ ധൈര്യം എന്നിലല്ല, പൗലോസിലല്ല, ഏതെങ്കിലും ഒരു മനുഷ്യ വ്യക്തിയിലല്ല. നിങ്ങളുടെ ധൈര്യം 12-ാം വാക്യം പറഞ്ഞു, അവങ്കലുള്ള വിശ്വാസത്താലും ആശ്രയത്താലും ആണ് നിങ്ങൾക്ക് ധൈര്യം ലഭിച്ചത്. ആ ധൈര്യം എൻ്റെ കഷ്ടത കാണുമ്പം പോകേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ധൈര്യം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എന്നിലല്ല. ഇപ്പം 2 കാരണങ്ങളാണ് പൗലോസോട് പറഞ്ഞത്. ഒന്ന്, ഈ കഷ്ടതകൾ നിങ്ങളുടെ മഹത്വത്തിനായിട്ടാണ്, നിങ്ങളുടെ രക്ഷയ്ക്കും ആശ്വാസത്തിനുമായിട്ടാണ്. 2, നിങ്ങളുടെ ധൈര്യം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എന്നിലല്ല, ക്രിസ്തുവിലാണ്. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ മറക്കരുത്. നമ്മുടെ ധൈര്യം, നമ്മുടെ പ്രത്യാശ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആശ്രയം അത് ഏതെങ്കിലും ഒരു മനുഷ്യനിലായിരിക്കരുത്, യേശുവിലായിരിക്കുമെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം തകരാതെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ, ഏത് പ്രതിസന്ധിയുടെയും, ഏത് പ്രശ്നത്തിൻ്റെയും, ഏത് കഷ്ടതയുടെയും നമ്മെ ഞെരിച്ചമർത്തുന്ന, നമ്മെ കൂത്തുകാഴ്ചയാക്കുന്ന, നമ്മെ ഒടുക്കത്തവരാക്കി മാറ്റുന്ന, മരണവിധിയിൽ ഉൾപ്പെട്ടതുപോലെ നമ്മെ നിർത്തുന്ന ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമുക്ക് ധൈര്യത്തോടെ കർത്താവിനെ അനുഗമിക്കാനായിട്ട് കഴിയും. നമ്മുടെ ധൈര്യം അവനിലുള്ള വിശ്വാസത്തിലും ആശ്രയത്തിലുമാണെങ്കിൽ. ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത സഹിച്ച് എന്തുകൊണ്ട് കർത്താവേ എൻ്റെ ജീവിതത്തിൽ എന്ന് ചിന്തിക്കുന്ന അനുഭവത്തിലായിരിക്കും നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നത്. ഇത് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സന്ദേശമാണിത്. ഇത് നിങ്ങളോടുള്ള ദൈവവചനത്തിൻ്റെ സന്ദേശമാണ്. നിങ്ങൾ കഷ്ടം സഹിക്കുന്നത് മറ്റൊരാളുടെ ജീവിതത്തിൽ അയാളെ പണിയുവാനായിട്ടും അയാളെ ഉറപ്പിക്കുവാനുമായിട്ടുമുള്ള ഒരു പരിശീലനമാണ്. 2, നിങ്ങളുടെ ധൈര്യം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് നിങ്ങളിലോ മറ്റേതെങ്കിലും മനുഷ്യനിലോ ഏതെങ്കിലും നേതാക്കന്മാരിലോ അല്ല, ക്രിസ്തുവിലാകയാൽ ഏത് കഷ്ടതയുടെ നടുവിലും ആ ധൈര്യം നഷ്ടപ്പെടാതെ നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. നമ്മൾ കഷ്ടതയുടെ നടുവിൽ ധൈര്യം നഷ്ടപ്പെട്ടവരായിട്ടാണോ നിൽക്കുന്നത്? അങ്ങനെയെങ്കിൽ ഈ വചനം നിങ്ങളോടാണ് സംസാരിക്കുന്നത്. ഈ വചനം നിങ്ങളോടാണ് സംസാരിക്കുന്നത്. ധൈര്യപ്പെടുക, ക്രിസ്തുവിൽ ധൈര്യപ്പെടുക, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളിൽ ധൈര്യപ്പെടുക. ദൈവം നിങ്ങളെ കൈവിടാതെ മുൻപോട്ട് നടത്തുവാൻ വിശ്വസ്തനാണ്, ശക്തനാണ്. അവനിൽ ആശ്രയിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.